അസ്സലാമു അലൈക്കും. ഞാൻ അമ്മക്ക് ചായ കൊടുത്ത്, അമ്മക്ക് ഭക്ഷണം കൊടുത്ത്. അപ്പം ഞങ്ങളും ഇപ്പം ചായ തിളപ്പിച്ച് കുടിച്ച്. അപ്പം ഇപ്പം ബാത്റൂമിൽ പോകാനായിട്ട് ചാടി എഴുന്നേറ്റ് വരും. അപ്പം അതിനു മുമ്പൊരു 10 മിനിറ്റെങ്കിലും ഒരു വീഡിയോ ചെയ്തിടാമല്ലോ എന്ന് ഓർത്താണ്. ഇന്നലെ ഒരു വീഡിയോ ഞാൻ പാതിരാത്രിക്ക് ഇരുന്ന് ചെയ്തതാണ് പിള്ളേരെ. അത് പിന്നെ യൂട്യൂബിലേക്ക് ഇട്ടിട്ട് അത് ശരിയായില്ല. നെറ്റ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഭയങ്കര ഇടങ്ങേറാണ് പിള്ളേരെ. എപ്പോഴും ഞാൻ ഈ ഒരു പരാതിയാണ് നിങ്ങളുടെ അടുത്ത് ഇതിനെക്കുറിച്ച് ഇപ്പം കുറേയൊക്കെ ദിവസങ്ങളായിട്ടും കുറേ 2-3 മാസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പണ്ടാരുടെ ഒരു പഴഞ്ചൊല്ല് പറയും പോലെയാണ്, പിന്നെ അക്കരെ നിന്നപ്പോൾ പച്ച ഇക്കരയാണെന്ന് കണ്ട് ഇക്കരയിലേക്ക് ചാടിയെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം എൻ്റെ കാര്യം. ആ VIയുടെ സിമ്മ് മതിയായിരുന്നു. ഞാൻ അന്നേരം അവിടെ ചെന്നപ്പോൾ അതിന് റേഞ്ച് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ എയർടെല്ലിലേക്ക് പോയത്. ഇപ്പം പിടിച്ചാലും വലുതാണ് അളയിലിരുന്നതെന്ന് പണ്ടുള്ളവരൊരു പുരാണം പറയും, പഴഞ്ചൊല്ല് പറയും. അപ്പം അതുപോലെയുള്ളതാണ് കാര്യങ്ങൾ. ഇപ്പം അതിനേലും ഇടങ്ങേറാണ് ഇപ്പം ഈ സിമ്മ്, എയർടെല്ലിൻ്റെ സിമ്മ്. ഞാൻ ജിയോയുടെ സിമ്മ് എടുത്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ വീഡിയോ അതിൽ ചെയ്യാനായിട്ടും പറ്റണില്ല. അതിലും ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, പാപി ചെല്ലടം പാതാളം എന്ന് പറഞ്ഞ കണക്കാണ്. അതിനും റേഞ്ചില്ല. ജിയോയുടെ സിമ്മിന് കാട്ടിലും കരിയിലും ഒക്കെ റേഞ്ച് ഉണ്ടാകണമെന്നാണ്. എൻ്റെ ഭാഗ്യക്കേടാണ്, അല്ലാണ്ട് എന്ത് പറയാനാണ്. പുറത്തുണ്ട് റേഞ്ച്, പെരേൻ്റെ അകത്ത് റേഞ്ചില്ല ജിയോയ്ക്ക്. ഇതും അതുപോലെ തന്നെ, പുറത്ത് അല്പസ്വല്പമൊക്കെ ഉണ്ട്, പെരേൻ്റെ അകത്ത് ഒട്ടുമില്ല. അപ്പം ഇവിടെ വൈഫൈ ഉള്ളതാണ്. ഇപ്പം അതിൻ്റെ കാശ് സാറ് അടക്കാത്തത് കൊണ്ട് ഓണല്ലത്. അപ്പം അതുകൊണ്ടാണ് കൂടുതലും ബുദ്ധിമുട്ട്. വൈഫൈ ഓണായിരുന്ന സമയത്തൊക്കെ എൻ്റെ പിന്നെ സിമ്മ് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ VIയുടെ സിമ്മ് പ്രവർത്തിച്ചിട്ടിരുന്നതാണ് ഞാൻ ആദ്യം ഇവിടെ നിന്ന സമയത്തൊക്കെ. അപ്പം പിള്ളേരെ ഞാൻ ഇന്നെനിക്ക് വയ്യ, തൊണ്ട ആ പ്രശ്നം വഷളായിരിക്കുകയാണ്. എനിക്ക് തോന്നണത് അവിടെ പഴുത്തിട്ടുണ്ടെന്ന് തോന്നണ്. എനിക്ക് ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കുടിവെള്ളം ഉമിനീരിറക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഇടങ്ങേറ്. എനിക്ക് ഈ ഒരു വശം കൊണ്ട് പഴുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, ഈ ഒരു വശം. അങ്ങനെ എനിക്ക് പണ്ടൊക്കെ ഒരു പ്രാവശ്യം ഉണ്ടായതാണ്. അതിൻ്റെ ഉള്ളിലൊരു ശകലം കല്ല് പോലെ ഉണ്ട്. നീരാണോ എന്ത് കുന്തോണോ എനിക്കറിയില്ല. എൻ്റെ പിള്ളേരെ ഇവിടെ നിന്ന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് എനിക്ക് അല്പം പേടിയുമുണ്ട്. എപ്പോഴും എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ഒരു ടെൻഷനുണ്ട് ഈ കാര്യത്തിൽ. നമുക്ക് കണ്ണെത്തണടുത്തല്ലല്ലോ, നമ്മുടെ കയ്യിലാ കാലയിലൊക്കെ നമുക്ക് കാണാം ഇന്നതാണെന്നുള്ളത്. ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് എന്താണ് ഏതാണെന്നൊന്നും അറിയാൻ പാടില്ലല്ലോ. പിന്നെ എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് വ്യൂസ് കുറവാണ്. ഞാനിപ്പോൾ ഈ റീല് ചെയ്യാത്തതിൻ്റെ കൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ അപ്പം പിന്നെ ഈ നമ്മുടെ ഈ പന്ത് കളിയായിരുന്നല്ല കുറച്ച് ദിവസങ്ങൾ, അത് പിന്നെ എൻ്റെ ഫൈനലും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇനി കുറേ പേരൊന്നും കാണാതായിട്ടാണ്. അതിപ്പോൾ സ്ത്രീകളുമൊക്കെ പന്ത് കളിയുടെ ഒരു കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാരാണ്. പന്ത് കളി കാണുന്ന ആൾക്കാർ, കാര്യങ്ങളല്ല, പന്ത് കളി കാണുന്ന ആൾക്കാരാണ്. സ്ത്രീകളും ഒക്കെ കുറേ പേര് കാണും. അപ്പം എനിക്ക് കൂടുതലും സ്ത്രീ സബ്സ്ക്രൈബർമാരാണെന്ന് തോന്നുന്നു കൂടുതലും ഉള്ളത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഒരു 20 കമൻറ്റ് ഞാൻ എൻ്റെ പിന്നെ വീഡിയോയിൽ വരികയാണെങ്കിൽ അത് ഒരു 15 കമൻറ്റും പെണ്ണുങ്ങളുടേതായിരിക്കും, സ്ത്രീകളുടേതായിരിക്കും. പുരുഷന്മാരെ കമൻറ്റ് അപൂർവമായിട്ട് എനിക്ക് ഉണ്ടാകാറുള്ളൂ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ പിന്നെ എന്താണ് ഫുട്ബോൾ കളിയുടെ ആ ഒരു തിരക്കിൻ്റെ പുറത്തായിരിക്കും പിന്നെ വീഡിയോ കാണാതിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം കുറച്ച് ദിവസം ആയിട്ട് വ്യൂസ് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഒരു 2-3 ദിവസത്തിന് മുൻപ് വ്യൂസേ ഇല്ലായിരുന്നു. അത്യാവശ്യം കുറച്ച് വ്യൂസേ ഉണ്ടായിരുന്നുള്ളൂ, അത്യാവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ എല്ലാവരും, ഞാൻ പറഞ്ഞില്ല, ഞാൻ വലിയ ഒരു കാര്യങ്ങളൊന്നും അല്ല ഞാൻ കൊണ്ടുവരുന്നതെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ചായ കുടിച്ചിട്ട് ഗ്യാസ് മേലോട്ട് വരുന്നു. അപ്പം ഞാൻ വലിയ കാര്യങ്ങളൊന്നും അല്ല പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഈ പൊട്ടക്കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെയാണ് പറയുന്നത്. അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ കാണാതിരിക്കരുത്. ഇപ്പം അതേ
ഞാൻ കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് എന്തോ എനിക്കൊരു 3 സബ്സ്ക്രൈബ് പിൻവലിച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല. വെച്ചാൽ അള്ളാഹല്ലേ എന്നെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയച്ചേക്കണത്. അല്ലെങ്കിൽ ആ ഒരു ശക്തിയാണ് എന്നെ നയിക്കുന്നത്, മനുഷ്യരാരും അല്ലല്ല. പിന്നെ അള്ളാഹ് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഈ ദുനിയാവിൻ്റെ മുകളിലുമില്ല, ഒരിടത്തുമില്ല. അപ്പം പിന്നെ എനിക്കതിൽ സങ്കടമൊന്നുമില്ല. സങ്കടം ഇല്ലാതെ ഇല്ല, സങ്കടമുണ്ട്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞതൊക്കെ ഏറെക്കുറെ ഒരു സ്വാഭാവികമായിട്ട് നിൽക്കണതാണ്. ആൾക്കാർക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. എന്താണ് ആ പറഞ്ഞതിൻ്റെ പൊരുളെന്ന് ആർക്കും മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഞാൻ ആരെയും വിമർശിക്കാനാ ആരെയും ഒരു പാർട്ടിക്കാരെയും താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. ഞാൻ അനുഭവിച്ചു വന്ന സത്യമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യത്തെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം, എനിക്ക് വോട്ടുണ്ടായതിന് ശേഷം ഞാൻ വോട്ട് ചെയ്യുന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക്. മാർക്സിസ്റ്റ് പാർട്ടിക്കാർ CPM ആണ് ഞാൻ. അപ്പം ആ ഒരു പാർട്ടിക്കായിരുന്നു ഞാൻ വോട്ട് ചെയ്തുകൊണ്ടിരുന്നേച്ചത്. പിന്നെ അപ്പം എന്ത് കാര്യവും നല്ല പിരിവിനാണെങ്കിലും എന്ത് കാര്യത്തിന് വന്നാലും ഞാൻ എൻ്റെ കയ്യിൽ മനസ്സറിയാനുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിക്ക് കൊടുക്കുമായിരുന്നു. അതിന് മാത്രം വലിയ രീതിയിലല്ല, 10-300, 10-200 അല്ലെ 100-500 രൂപയൊക്കെ നമ്മൾ വീട്ടിൽ വന്ന് പിരിവിനൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പിരിവിന് വരുമ്പോൾ നമ്മൾ കൊടുക്കും. പാർട്ടി പിരിവ് അത് ഇതിന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമ്മൾ കൊടുക്കണതാണ്. അപ്പം അങ്ങനെ നമ്മളൊരു പാർട്ടിയിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുമ്പോൾ നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പരിഹരിച്ചു തരണ്ടേ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ആദ്യം താമസിച്ച വീട്ടിൽ എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ടും വീട്ടിൽ കുടുംബപരമായ പല കാര്യങ്ങളുണ്ടായിട്ടും ഞാൻ ചെന്ന് ഈ പാർട്ടിക്കാരോടൊന്ന് പറഞ്ഞിട്ട് അവർ അതിനൊന്നും പിന്നെ ചോദ്യം പോവുകയോ വരികയോ ഒന്നും ചെയ്തില്ല. അപ്പം അവർ മറ്റുള്ളവർക്ക് സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് നമ്മളെ താഴ്ത്തിക്കെട്ടി. അപ്പം പിന്നെ അങ്ങനെയുള്ളൊരു പാർട്ടീനെ ഞാൻ എന്തിനാണ് വിശ്വസിക്കണത്? അതേ ഞാൻ പറഞ്ഞോളൂ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഒരു അതിര് തർക്കമോ അല്ലെ നമ്മുടെ കുടുംബപരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇനിയിപ്പോൾ കോടതിയിൽ പോയി നമ്മൾ പ്രശ്നത്തിന് പരിഹാരം കാണേലും നമുക്കിതുപോലെയൊക്കെയുള്ളൊരു കാര്യങ്ങളിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പ്രശ്നത്തിന് നടപടി ഉണ്ടാക്കി തരേണ്ടത്, അല്ലെ പരിഹാരം ഉണ്ടാക്കി തരേണ്ടത്. ഇനി ഇവരെ എന്തിനാണ് നമ്മുടെ പാർട്ടി എന്നും പറഞ്ഞ് നമ്മളിവരെ സേവിക്കേണ്ട കാര്യം എന്താണ്? അതൊക്കെ കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് എനിക്കൊരു പാർട്ടിയുടെ പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല. അപ്പം പിള്ളേരെ അതുകൊണ്ടായിരിക്കാം എനിക്കൊരു 3 സബ് പിൻവലിച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് നാളായിട്ട് ഇങ്ങോട്ട് സബ് പിൻവലിക്കാതിരിക്കുകയായിരുന്നു. ഇപ്പം 2-3 പിന്നെ സബ് ഇന്നലെയും ഇന്നുമായിട്ട് പിൻവലിച്ചിട്ടുണ്ട്. അപ്പം 2 സബ് വരെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആരെയും പിന്നെ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മളുടെ അനുഭവത്തിൽ കിട്ടിയ കാര്യം വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ എനിക്ക് ഈ 2 മാസം നിലനിന്ന് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല പിള്ളേരെ. വെച്ചാൽ ഈ വയ്യാഴിക ഇവിടെ വന്നൊരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഈ തൊണ്ടേൻ്റെ പ്രയാസം. ഇപ്പം വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കുകയാണ്. അവിടെ കുറച്ച് നീരുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ചെവിയുടെ അകത്തിങ്ങനെ മുളക് പൊടി മുട്ടുമ്പോൾ നമുക്കൊരു നീറ്റലും പോച്ചിലും ഒക്കെ ഇല്ലേ, അതുപോലെയാണ് എൻ്റെ ചെവീൻ്റെ ഉള്ളിൽ, ഈ ഇടത് ചെവീൻ്റെ ഉള്ളിൽ. അപ്പം ഇന്ന് ഉച്ചക്ക് ഊണൊന്നും കഴിച്ചില്ല. അത് കാരണം എനിക്ക് കഴിക്കാനായിട്ട് ഇങ്ങനെ ചവക്കാനായിട്ട് പറ്റണില്ലായിരുന്നു. ഇങ്ങനെ ഇവിടെ കൊണ്ട് ചവക്കാൻ പറ്റണില്ല. വായ അനങ്ങുമ്പോൾ ഇവിടെയൊക്കെ വേദന. അത് കാരണം ഇന്ന് അമ്മ കുളിക്കാഞ്ഞൊരു ദിവസം വരുന്നത് കാരണം നാളെയാണ് അമ്മേനെ കുളിപ്പിക്കണത്. ഇന്ന് കുളിപ്പിക്കലില്ലാഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ ചായ കൊടുക്കലും പുറത്തിരുത്തലും എൻ്റെ മുറ്റാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പെരയുടെ അകമൊക്കെ അടിച്ച് തുടച്ചതിന് ശേഷം പിന്നെ അമ്മേനെ 2-3 പ്രാവശ്യം ബാത്റൂമിൽ കൊണ്ടുപോയി. അപ്പോൾ ബാത്റൂമിൽ കൊണ്ടുപോയി നമ്മൾ എല്ലാം സോപ്പിട്ടൊക്കെ മേലൊക്കെ അരയുടെ താഴത്തേക്കൊക്കെ കഴുകിയിട്ട് നമ്മൾ തൂത്ത് തുടച്ചൊക്കെ വൃത്തിയാക്കി കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെ എല്ലാം ചെയ്യണം. ചെയ്തേച്ചൊക്കെ വന്ന് കൊണ്ടുവന്ന് കിടത്തിയിട്ട് ഞാൻ വന്ന ആ സെറ്റിയിലേക്ക് കയറി കിടന്നത് ഓർക്കുന്നുണ്ട്. പിന്നെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ അറിയുമ്പോൾ ലോഹർ ബാങ്ക് കൊടുക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്.
അങ്ങനെ കുളിച്ചൊന്നുമില്ല, ഒന്ന് കയ്യും കാലും ഒക്കെ തേച്ച് വഴി കൊടുത്തു വന്ന് നിസ്കരിച്ച് അത് കഴിഞ്ഞ് ചോറ് 1 മണിയായപ്പോൾ ചോറ് മേടിച്ചിട്ട് വന്ന് അമ്മക്ക് കൊടുത്ത്. അമ്മയുടെ പങ്ക് ചോറൊക്കെ അവിടെ മൂടി വെച്ചിരിക്കണം. അല്പം ചോറ് ബാക്കി വന്നത് മൂടി വെച്ചിരിക്കണം. അമ്മക്ക് കൊടുത്ത ബാക്കിയല്ല, അതമ്മ കഴിച്ചായിരുന്നു. മോര് കാച്ചിയതുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, പിന്നെ കായുടെ ഉപ്പേരി ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് കായുടെ ഉപ്പേരി ഞാൻ വാരി കഴിച്ച്. ഒരു ഗ്ലാസ് കുടിവെള്ളം ഒരു വിധത്തിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കുടിച്ച്. ജീവൻ കിടക്കണ്ടേ, നമ്മുടെ പണിയെടുക്കണ്ടേ, കുറച്ചാണെങ്കിലും ശരീരം പൊന്താണ്ട് നമുക്ക് പണിയെടുക്കാൻ പറ്റൂലല്ലോ. അപ്പം കായുടെ ഉപ്പേരിയും വാരി തിന്ന് 1 ഗ്ലാസ് വെള്ളവും കുടിച്ചു കഴിഞ്ഞപ്പോൾ വിശപ്പ് മാറിയില്ല. എന്നാലും അൽഹംദുലില്ല അന്ന് ആ സെറ്റിലേക്ക് വീണ്ടും കിടന്നിട്ട് ഞാൻ എഴുന്നേക്കണത് 3:30 ആയപ്പോഴാണ്. അപ്പോൾ എനിക്ക് നാളെ ഞായറാഴ്ചയല്ലേ, മറ്റന്നാൾ തിങ്കളാഴ്ച എനിക്ക് നോമ്പ് പിടിക്കണം. അപ്പോൾ വ്യാഴാഴ്ച എനിക്കിത് പിടിക്കാൻ സാധിച്ചില്ല വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ വ്യാഴവും അറിയാലോ, വെള്ളിയും അറിയാലോ, തിങ്കളും അറിയാലോ, ഒന്നും അറിയാൻ പാടില്ല. ദിവസം കടന്നു പോകുന്നുണ്ട്, ദിവസം അറിയാൻ പാടില്ല, ഏത് ദിവസമാണെന്നുള്ളത് അറിയാൻ പാടില്ല. എൻ്റെ ഫോണിൽ ഡേറ്റ് ഉണ്ട്, പിന്നെ ഇതില്ല, ആഴ്ചയില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് മനസ്സിലായൂല. ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നണേ, എന്തോ പിടിച്ച് ഞെക്കിയപ്പോൾ ഡിലേറ്റായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് നോക്കണം. അപ്പം ഞാൻ മറ്റൊന്ന് എനിക്ക് നോമ്പ് പിടിക്കാനുണ്ട്. അപ്പം അപ്പോഴേ കടയിൽ പോകണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ സോപ്പ് പൊടി ഇല്ലായിരുന്നു. അപ്പം സോപ്പ് പൊടി മേടിച്ച്, പിന്നെ 1 കിലോ പഴം മേടിച്ച്, നേന്ത്രപ്പഴം മേടിച്ച്, പിന്നെ അങ്ങനെ അത്രയും മേടിച്ച്. പിന്നെ എന്താണ്, പ്ലംസ് ഇല്ലേ മറ്റേ, അതും മേടിച്ച്. ഒരു 1/2 കിലോ ഇല്ല, എന്നാലും പിന്നെ ഒരു 350 ഗ്രാം ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, കടിച്ച് തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതും മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കല്യാണിക്ക് ഒരെണ്ണം കൊടുത്ത്, ഞാനും എടുത്തൊരെണ്ണം. അപ്പം ചായയും തിളപ്പിച്ച് കുടിച്ച്. പിന്നെ പൊരിയൊന്നും കഴിക്കേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തെങ്കിലും നമുക്ക് ജീവൻ കിടക്കണ്ടേ നമ്മുടെ. അപ്പം ഒരു 2 പഴം എടുത്ത്, കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെയാണ് 2 പഴം എടുത്ത് പൊരിച്ച്. നമ്മുടെ വീട്ടിൽ നമ്മൾ അന്നന്ന് പൊരിക്കണതാണല്ലോ, ആ എണ്ണ നമ്മൾ ഉപയോഗിച്ച് വെച്ചേക്കണ എണ്ണയല്ലല്ലോ, നമ്മുടെ അന്നുള്ള പൊരിക്കണ എണ്ണയാണ്. അപ്പോൾ അതിലൊരു 2 പഴം എടുത്ത് പൊരിച്ച്. സാറ് അമ്മക്ക് പാല് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പാല് മേടിക്കാൻ മറന്നുപോയി. അപ്പം നാളെ ഞാൻ വൈകുന്നേരം കടയിൽ പോകുമ്പോൾ 2 പാല് മേടിക്കും. ഒരു പാല് എനിക്ക് കൊടുക്കാം, ഒരു പാല് ഇപ്പം അമ്മയുടെ പാല്. അമ്മയുടെ പാലെന്ന് പറയുമ്പോൾ അമ്മക്ക് ചായ തിളപ്പിക്കാനുള്ള പാലാണ് അമ്മയുടെ പാലെന്ന് പറയണം. അപ്പം അമ്മയ്ക്ക് ചായ തിളപ്പിക്കാനുള്ള പാലിലാണ് ഇപ്പം ഞാനും കല്യാണിയും ചായ തിളപ്പിച്ച് കുടിച്ചത്. അപ്പം ഞാൻ നാളെ കടയിൽ പോകുമ്പോൾ അമ്മക്ക് മേടിച്ച് സാറ് തന്ന പാല് അങ്ങോട്ട് മേടിച്ച് വെക്കും. അപ്പം മറ്റന്നാൾ നോമ്പാക്കാമെന്ന് ഓർത്തായിരിക്കണത്. പിന്നെ എനിക്ക് എന്താണ് പറയാനുള്ളത്, സ്ഥലം ഞാൻ മറന്നുപോയി, എന്നാലും ഞാൻ പറയാം. എല്ലാവർക്കും ഇപ്പം പനി വരും പോലെ അസുഖങ്ങളുണ്ട്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ്. എന്നുവെച്ചാൽ ഞാൻ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതാണ്. ആ മോനിക്ക് വയറ്റിൽ ക്യാൻസറാണ്. അവൻ്റെ സർജറി എന്നുവെച്ചാൽ ചെറിയ മോനല്ല, കല്യാണം ചെയ്ത മക്കളൊക്കെ ഉള്ളതാണ്. എന്നാലും എൻ്റെ ഇളയതൊക്കെ ആയിട്ട് ഒരു 40-42 വയസ്സേ ഉള്ളു. അപ്പോൾ ഒരു മകളെ കല്യാണം ചെയ്തിട്ട്, അതും കള്ളുകുടിയനും കഞ്ചാവോലികാരനും ഒക്കെ ആയിരുന്നു. അപ്പം ആ കൊച്ചും ഒരു മോളുമായിട്ട്, മോനാണ്, ഒരു കുട്ടിയായിട്ട് വന്ന് വീട്ടിൽ നിൽക്കുകയാണ്, ബന്ധം വേർപെടുത്തി. അപ്പം പിന്നെ താഴെയുള്ളതൊരു മോനാണ്, അത് ചെറുതാണ്, 7-8 മറ്റേ പഠിക്കുന്നു. അപ്പം ആ കുട്ടി ഫേസ്ബുക്കിലൂടെ ഞാൻ പരിചയപ്പെട്ടതാണ്. ആ കുട്ടിയുടെ മോൻ്റെ ഓപ്പറേഷനായിരുന്നു മിനിഞ്ഞാന്നാൾ. ക്യാൻസറാണ്, ഒരുപാട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. വയറ്റിൽ കുടലൊക്കെ ബുദ്ധിമുട്ടായിട്ടാണ് ഓപ്പറേഷനൊക്കെ ചെയ്തേക്കണത്, ട്യൂബൊക്കെയാണ് ഇട്ടേക്കണത്. അപ്പം എനിക്ക് വേണ്ടിയിട്ടൊന്ന് എല്ലാവരും ദുആ ചെയ്തേക്കണം. തിരിച്ചു കൊടുത്തില്ലെങ്കിൽ റബ്ബ് ഒരുപാട് കഷ്ടപ്പെടുത്തല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥന എല്ലാവരും പരമാവധി അവൻ്റെ ജീവൻ തിരിച്ചു കൊടുക്കാനുള്ള ആഫിയത്തും ദീർഘായുസോടും കൂടി തിരിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ അവനെ ഒരുപാട് കഷ്ടപ്പെടുത്തല്ലേ എന്നെങ്കിലും പഠിച്ചവനോട് നിങ്ങളെല്ലാവരും, എൻ്റെ പ്രേക്ഷകരെല്ലാവരും ദുആ ചെയ്യണം.
ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മണി 8:30 ആയിട്ടില്ലെന്ന് തോന്നുന്നു, 8:20 ആയി കാണുള്ളൂ. ഒരു 9 മണിയാകുമ്പോൾ മൂത്രമൊഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നത്. ഇപ്പം വാക്കറിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് പടപടാന്ന്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. എനിക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ വായിലേക്ക് വെള്ളം എടുത്ത് വെക്കുമ്പോഴായിരിക്കും ഇതുപോലെ പടപടാന്ന് നടന്ന് പോണത്. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തിയാണ്. വല്ലയിടത്തും അലച്ചുവിടാൻ ഞാൻ അതിന് മറുപടി പറയണം. അപ്പം ദുആ മറക്കരുത്. എല്ലാവരും അവന് വേണ്ടി ദുആ ചെയ്യണം. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അസ്സലാമു അലൈക്കും.